അടുത്ത മാസം അമേരിക്കയിലാണ് കോപ്പ അമേരിക്ക അരങ്ങേറുക. കിരീടം നിലനിർത്തുകയെന്ന വെല്ലുവിളിയുമായാണ് അർജന്റീന ഇക്കുറി വരുന്നത്. കോപ്പ അമേരിക്കയ്ക്കുള്ള പ്രാഥമിക ടീമിനെ കോച്ച് ലയണൽ സ്കലോണി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായ പൗളോ ഡിബാലയെ ഒഴിവാക്കിയാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ടീമിൽ മറ്റ് കാര്യമായ മാറ്റങ്ങളോ അത്ഭുതങ്ങളോ ഇല്ല. ഇറ്റാലിയൻ ക്ലബ് റോമയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്ന ഡിബാലയെ സ്കലോണി എന്തുകൊണ്ട് തഴഞ്ഞുവെന്നാണ് അർജന്റീന ആരാധകർ തലപൊതിക്കുന്നത്. പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതിരുന്നിട്ടും ഡിബാല ഒഴിവാക്കപ്പെടുകയായിരുന്നു. ഇക്കാര്യത്തിൽ അർജന്റീൻ ജേർണലിസ്റ്റ് ഗാസ്റ്റിൻ എഡ്യൂൾ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പരിക്കോ ഫോമോ അല്ല ഡിബാലയെ ഒഴിവാക്കാൻ കാരണമെന്നും ടീമിന്റെ കോമ്പിനേഷനിൽ താരത്തിന് സ്ഥാനമില്ലെന്നുമാണ് എഡ്യൂൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ടീമിൽ ഡിബാലയ്ക്ക് കാര്യമായ റോളില്ലെന്നാണ് സ്കലോണി കരുതുന്നത്. ഇതേസമയം തന്നെ ഡിബാലയ്ക്ക് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമുണ്ടെന്നും എഡ്യൂൾ പറയുന്നു. ക്യാപ്റ്റൻ മെസ്സി കളിക്കുന്നതിന് ഏറെക്കുറെ സമാന രീതിയിലാണ് ഡിബാലയും കളിക്കുന്നത്. മെസ്സി ഉള്ളപ്പോൾ ആ പൊസിഷനിലേക്ക് അതേ രീതിയിൽ തന്നെയുള്ള ഒരു താരം വേണ്ടെന്നാണ് സ്കലോണിയുടെ തീരുമാനം. കോച്ചും പരിശീലക സംഘവും ഇക്കാര്യം ഡിബാലയെ അറിയിക്കുകയും ചെയ്തു. മെസ്സിയുടെ സ്ഥാനം ആദ്യ ലെവലിൽ ഉറപ്പായതിനാൽ ദേശീയ ടീമിൽ ഡിബാലയ്ക്ക് മിക്കപ്പോഴും അവസരം കിട്ടാറില്ല. കളിക്കളത്തിൽ ഇറങ്ങുന്നതാവട്ടെ പകരക്കാരനായാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.